നിങ്ങളിപ്പോൾ ജീവിതത്തിൽ വലിയൊരു തകർച്ച നേരിട്ടുകൊണ്ടിരിക്കുകയാണോ? അല്ലെങ്കിൽ എന്ത് ശ്രമിച്ചിട്ടും ഭാഗ്യം നിങ്ങളെ തുണയ്ക്കുന്നില്ല എന്ന നിരാശയിലാണോ നിങ്ങൾ? എങ്കിൽ അടുത്ത ഏതാനും മിനിറ്റുകൾ നിങ്ങൾ ഈ പറയുന്നത് പൂർണ്ണമായിട്ടൊന്ന് ശ്രദ്ധിക്കുക. കാരണം നാളെ പുലരുമ്പോൾ ആകാശത്ത് നടക്കാൻ പോകുന്ന ഒരു അപൂർവ ഗ്രഹമാറ്റം നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ മാറ്റാൻ പോകുന്നു എന്ന് ശാസ്ത്രീയമായി ഞാൻ ഈ അധ്യായത്തിലൂടെ തെളിയിക്കാൻ പോവുകയാണ്. ഏവർക്കും സ്വാഗതം. വിപണിയിലെ വെറും പ്രവചനങ്ങൾ കേട്ട് മടുത്തവർക്കായി ജ്യോതിഷത്തെ വെറും ഒരു അന്ധവിശ്വാസമായോ ബിസിനസ്സായോ കാണാതെ ഈ പ്രപഞ്ചത്തിലെ പരമമായ സത്യങ്ങളെയും ഈശ്വരീയമായ ഊർജ വ്യതിയാനങ്ങളെയും ഭാരതീയ ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം വിശകലനം ചെയ്യുന്ന ഒരു അധ്യായമാണിത്. ഈ ചാനലിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് വെറും വാക്കുകളല്ല, മറിച്ച് ദൈവത്തിന് നിരക്കുന്ന പ്രപഞ്ച സത്യങ്ങളിൽ അധിഷ്ഠിതമായ പൂർണ്ണ സത്യസന്ധമായ അറിവുകൾ മാത്രമാണ്. ഈ ഒരൊറ്റ വീഡിയോ നിങ്ങൾ പൂർണ്ണമായി കണ്ടു തീർക്കുമ്പോൾ നാളത്തെ ദിവസം പ്രപഞ്ചം നമ്മളോട് എങ്ങനെയാണ് സംസാരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് സ്വയം ബോധ്യപ്പെടും. അതുകൊണ്ട് ഒരൊറ്റ സെക്കൻഡ് പോലും കളയാതെ ആകാശത്തിലെ ആ രഹസ്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. നാളെ, അതായത് 2026 ജൂലൈ 14 ചൊവ്വാഴ്ച, ആകാശമണ്ഡലത്തിൽ ഉദിച്ചുയരുന്നത് സാധാരണനായ ഒരു നക്ഷത്രമല്ല, ദേവഗുരുവായ വ്യാഴത്തിൻ്റെ സ്വന്തം നക്ഷത്രമായ പുണർദമാണ്. നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായി തിരികെ തരുന്ന, ഇരുട്ടിൽ നിന്ന് നമ്മളെ വെളിച്ചത്തിലേക്ക് വഴി നടത്തുന്ന പുണർദ നക്ഷത്രം. നാളെ പ്രപഞ്ചത്തിൽ എന്തെല്ലാം അത്ഭുതങ്ങളാണ് കാത്തുവച്ചിരിക്കുന്നത് എന്നത് ഈ അധ്യായത്തിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഭാരതീയ ജ്യോതിഷ ഗ്രന്ഥമായ ബൃഹത് സംഹിത അനുസരിച്ച് ആകാശത്തിലെ 27 നക്ഷത്രങ്ങളിൽ വെച്ച് ഏറ്റവും കാരുണ്യമുള്ളതും പുനരുജ്ജീവന ശേഷിയുള്ളതുമായ നക്ഷത്രമാണ് പുണർദം എന്ന് പറയുന്നത്, അതായത് പുനർവസു. എന്നാൽ വീണ്ടും വെളിച്ചം വരിക എന്നതാണ് പുനർവസു എന്നതിന് അർത്ഥവും. നാളെ ചന്ദ്രൻ ഈ നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ആകാശത്തിൽ വലിയൊരു ഊർജ വ്യതിയാനമായിരിക്കും സംഭവിക്കുന്നത്. ഇത് കേവലം ഭൂമിയിലെ മനുഷ്യരെ മാത്രമല്ല, നമ്മൾ അധിവസിക്കുന്ന ഈ പ്രകൃതിയെ ഒന്നടങ്കം സ്വാധീനിക്കുന്ന ഒരു പ്രതിഭാസമാണ്. ആകാശത്തിൽ ഈ സമയത്തൊരു വിചിത്രമായ ശാന്തത അനുഭവപ്പെടും. കഠിനമായ കൊടുങ്കാറ്റിന് ശേഷം പ്രകൃതി ശാന്തമാകുന്നു എന്ന് കേട്ടിട്ടില്ലേ? അതേപോലെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അന്തരീക്ഷത്തിൽ നിലനിന്നിരുന്ന നെഗറ്റീവ് തരംഗങ്ങളെ മുഴുവൻ നിർവീര്യമാക്കാൻ പുണർദത്തിൻ്റെ ശുഭകിരണങ്ങൾക്ക് സാധിക്കും. ജ്ഞാനത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും പ്രതീകമായ ദേവഗുരുവിൻ്റെ നക്ഷത്രമായതുകൊണ്ട് തന്നെ നാളെ ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പതിക്കുന്നത് സാത്വികമായ പോസിറ്റീവായ ഊർജം മാത്രമായിരിക്കും എന്നത് വലിയ ഒരു പ്രത്യേകതയായി കാണേണ്ടതാണ്. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് ഈ നക്ഷത്രത്തിൻ്റെ സ്വഭാവം കാരണം നാളെ ആകാശത്ത് ഗ്രഹങ്ങൾ എങ്ങനെയാണ് അണിനിരക്കുക എന്നാണ്. ജ്യോതിഷത്തിൽ ഇതിനെ ഗ്രഹന്യാസങ്ങൾ എന്ന് വിളിക്കുന്നുണ്ട്. നാളെ ചന്ദ്രൻ ബുധൻ്റെ രാശിയായ മിഥുനത്തിൽ നിന്ന് ഗുരുവിൻ്റെ നക്ഷത്രമായ പുണർദത്തിലൂടെ കടന്ന് സ്വന്തം രാശിയായ കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു അതിപ്രധാനമായ സന്ധിയിലായിരിക്കും നിലകൊള്ളുന്നത്. ഇതിനൊപ്പം തന്നെ നാളെ ചൊവ്വാഴ്ചയാണ്. ചൊവ്വ എന്നത് അഗ്നിയുടെയും കർമ്മത്തിൻ്റെയും പ്രതീകമാകുന്നു. ചൊവ്വയുടെ തീഷ്ണമായ ഊർജവും പുണർദത്തിൻ്റെ വ്യാഴ സ്വാധീനവും ഒത്തുചേരുമ്പോൾ ആകാശത്ത് ഗുരുമംഗള സ്വാധീനത്തിൻ്റെ ഒരു പ്രതിഫലനം തന്നെയായിരിക്കും ദൃശ്യമാകുന്നത്. അതായത് ഒരു വശത്ത് അറിവും മറുവശത്ത് അത് നടപ്പിലാക്കാനുള്ള ആത്മവിശ്വാസവും. ജാതക പാരിജാതം, ഫലദീപിക എന്നീ പ്രാമാണിക ഗ്രന്ഥങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇത്തരമൊരു ഗ്രഹവിന്യാസം മനുഷ്യൻ്റെ ചിന്തകൾക്ക് വ്യക്തത നൽകുമെന്നാണ്. ആകാശത്തിലെ രാശിചക്രത്തിൽ സൂര്യൻ മിഥുന രാശിയിൽ ബുധനോടൊപ്പം നിൽക്കുകയും ചന്ദ്രൻ പുണർദത്തിൽ സഞ്ചരിക്കുകയും ചെയ്യുമ്പോൾ മനസ്സും ബുദ്ധിയും തമ്മിലൊരു മികച്ച സമന്വയമായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. ക്രൂരഗ്രഹങ്ങളായ രാഹുവിൻ്റെയോ കേതുവിൻ്റെയോ കഠിനമായ ദൃഷ്ടികൾ ഈ ശുഭപ്രഭാവത്തെ ബാധിക്കാത്തതിനാൽ അന്തരീക്ഷത്തിൽ ഒരു ദിവ്യമായ സംരക്ഷണം നാളെ നമുക്ക് തീർച്ചയായും അനുഭവപ്പെടും. യഥാ പിണ്ഡേ തഥാ ബ്രഹ്മാണ്ഡേ എന്നാണ് ശാസ്ത്രം പറയുന്നത്. അതായത് ആകാശത്തിൽ എന്ത് സംഭവിക്കുന്നുവോ അത് ഭൂമിയിലും മനുഷ്യരിലും അതേപടി തന്നെ പ്രതിഫലിക്കും.
നാളത്തെ ഈ സവിശേഷമായ ഗ്രഹവിന്യാസം മനുഷ്യരിൽ 4 പ്രധാന മാറ്റങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്ന, ഉറക്കം കെടുത്തിയിരുന്ന പല പ്രശ്നങ്ങൾക്കും നാളെ പെട്ടെന്നൊരു വഴിത്തിരിവുണ്ടാകും. മനസ്സിലെ ഭാരമെല്ലാം ഒഴിഞ്ഞു ഒരു പഞ്ഞിക്കെട്ടുപോലെ ഭാരമില്ലാത്തതായ ഒരു അവസ്ഥ നമുക്ക് തോന്നും. തോറ്റുപോയി എന്ന് കരുതിയ ഇടത്തു നിന്ന് വീണ്ടും പോരാടാനുള്ള മാനസിക ശക്തി നിങ്ങൾക്ക് അനുഭവപ്പെടും. പുതിയ ബിസിനസ് ആശയങ്ങൾ അല്ലെങ്കിൽ ജീവിതത്തിലെ നിർണായക തീരുമാനങ്ങൾ എന്നിവ എടുക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയമാകുന്നു നാളത്തെ ദിവസം. തെറ്റിദ്ധാരണകൾ കാരണം അകന്നുപോയ ദാമ്പത്യ ബന്ധങ്ങളോ സൗഹൃദങ്ങളോ നാളെ കൂട്ടിച്ചേർക്കപ്പെടാം. മനുഷ്യരിൽ പരസ്പര കാരുണ്യവും ദയയും വർദ്ധിക്കുന്ന ഒരു സമയം, ഒരു ദിവസമാണ് നാളെ. ദൈവത്തിന് നിരക്കുന്ന രീതിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തങ്ങളുടെ തെറ്റുകൾ തിരുത്താനും ഒരു പുതിയ നല്ല തുടക്കം കുറിക്കാനും നാളത്തെ ഗ്രഹവിന്യാസം പൂർണ്ണമായും സഹായിക്കും. നാളെ നിങ്ങൾ മനസ്സറിഞ്ഞു ചെയ്യുന്ന പ്രാർത്ഥനകൾക്ക് വരെ ഇരട്ടി ഫലമായിരിക്കും പ്രപഞ്ചം തിരികെ നൽകാൻ പോകുന്നത്. ഇനി നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് കടക്കുകയാണ്. നാളത്തെ ഈ ദിവ്യമായ ഗ്രഹവിന്യാസം ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരിൽ ഏറ്റവും കൂടുതൽ ഭാഗ്യമായി, ഒരു മഹാ അനുഗ്രഹമായി ഭവിക്കുന്നത് ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് എന്നതുകൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ജ്യോതിഷ ഗ്രന്ഥങ്ങൾ കൃത്യമായി പരിശോധിച്ചപ്പോൾ നാളെ അത്യന്തം ശുഭകരമായ വലിയ ഫലങ്ങൾ അനുഭവിക്കാൻ യോഗമുള്ള നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കുമ്പോൾ, ആദ്യത്തെ നക്ഷത്രം പുണർദം തന്നെയാണ്. നിങ്ങളുടെ സ്വന്തം ജന്മ നക്ഷത്രമാണ്. അതായത് നാളത്തെ ദിവസം പുണർദം നക്ഷത്രക്കാർക്ക് വളരെയധികം സ്വാധീനമുള്ള ദിവസമായിരിക്കും. ജന്മനക്ഷത്രത്തിൻ്റെ ദോഷങ്ങൾ മാറിക്കൊണ്ട് തന്നെ പ്രപഞ്ചം നിങ്ങൾക്ക് അനുകൂലമായി നിങ്ങളുടെ തീരുമാനങ്ങൾക്ക് കൂട്ടുനിൽക്കും. മുടങ്ങിക്കിടന്ന വലിയ കാര്യങ്ങൾ പോലും നാളത്തെ ദിവസം സാധ്യമായി കിട്ടും എന്നതാണ് നിങ്ങൾക്ക് നാളത്തെ ദിനം കൊണ്ട് ലഭിക്കാൻ പോകുന്ന ഏറ്റവും വലിയ മേന്മ. വിശാഖം, പൂരുരുട്ടാതി നക്ഷത്രങ്ങൾ. പുണർദത്തിൻ്റെ അതേ അധിപനായ വ്യാഴത്തിൻ്റെ മറ്റ് നക്ഷത്രങ്ങളായ ഇവർക്ക് നാളെ ധനപരമായ വലിയ നേട്ടങ്ങളും ഔദ്യോഗിക മേഖലയിൽ അപ്രതീക്ഷിതമായ പുരോഗതിയും ഉണ്ടാകും. അശ്വതി, മകം, മൂലം ഈ കേതു നക്ഷത്രക്കാർക്ക് നാളത്തെ ചന്ദ്രൻ്റെയും ഗുരുവിൻ്റെയും വിന്യാസം വലിയൊരു ആശ്വാസം തന്നെയാണ് തീർക്കുന്നത്. ദീർഘകാലത്തെ രോഗാദി ദുരിതങ്ങളിൽ നിന്ന് മോചനവും മനസ്സമാധാനവും പ്രതീക്ഷിക്കാം. രോഹിണി, അത്തം, തിരുവോണം ചന്ദ്രൻ്റെ നക്ഷത്രങ്ങളായ ഇവർക്ക് നാളത്തെ ദിവസം പുതിയ വലിയ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും. ബിസിനസ്സിൽ വിചാരിക്കാത്ത ലാഭം കൊയ്യാനും സാധിക്കും. ഉത്രം, ഉത്രാടം, കാർത്തിക സൂര്യ നക്ഷത്രക്കാരാണിവർ. നാളെ വലിയ ബഹുമാനം സമൂഹത്തിലുണ്ടാകും. ഉന്നത വ്യക്തിത്വങ്ങളെ പരിചയപ്പെടാൻ സാധിക്കും. ഭരണാധികാരികളിൽ നിന്നൊക്കെയുള്ള വലിയ അംഗീകാരവും പിന്തുണയും നാളത്തെ ദിവസം നിങ്ങളെ തേടി വരും. ഈ പറഞ്ഞ 9 നക്ഷത്രക്കാർക്കും നാളത്തെ ദിവസം ഭാഗ്യത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്ന അനുഭവകരമാകുന്ന ഒരു ദിവസം തന്നെയാണ്. എന്നാൽ ഓർക്കുക, ജ്യോതിഷം ഒരു വഴികാട്ടി മാത്രമാണ്. നിങ്ങളുടെ കഠിനാധ്വാനവും ദൈവവിശ്വാസവും കൂടി ചേരുമ്പോൾ മാത്രമേ ഈ ഫലങ്ങൾ പൂർണ്ണ തോതിൽ നിങ്ങളിലേക്ക് എത്തിച്ചേരുകയുള്ളൂ. പ്രപഞ്ചത്തിലെ ഗ്രഹങ്ങൾ വഴിമാറി സഞ്ചരിച്ചാലും പൂർണ്ണമായ ദൈവവിശ്വാസവും സത്യസന്ധതയും ഏതൊരാൾ മനസ്സിൽ വെച്ച് പുലർത്തുന്നു ആ വ്യക്തിയെ കഠിനമായ ദോഷങ്ങൾ എല്ലാം വഴിമാറിപ്പോകും, അല്ലെങ്കിൽ ആ വ്യക്തിയിൽ ബാധിക്കുകയില്ല. കാരണം ദൈവമാണ് ഈ പ്രപഞ്ചത്തിൻ്റെ പരമാധികാരി. നാളെ പുണർദ നക്ഷത്രവും ചൊവ്വാഴ്ചയും ഒത്തുചേരുന്ന ഈ പുണ്യദിനത്തിൽ ഹനുമാൻ സ്വാമിയെയും ദേവിയെയും ഭജിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാവിധ തടസ്സങ്ങളെയും നീക്കുവാൻ സഹായിക്കും. നാളെ രാവിലെ ഉണർന്ന് ശുദ്ധിയായി ഒരു നെയ്വിളക്ക് തെളിയിച്ച് ഈശ്വരനെ പ്രാർത്ഥിക്കുക. ഈ അധ്യായത്തിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചത് വെറും ഒരു പ്രവചനം മാത്രമല്ല എന്ന് വീണ്ടും പറയുന്നു, മറിച്ച് പ്രപഞ്ചത്തിലെ ജ്യോതിഷ സത്യങ്ങളാണ്. നിങ്ങളിൽ ഒരാൾക്കെങ്കിലും ഈ അറിവ് ഉപകാരപ്പെടുന്നുവെങ്കിൽ അതാണ് എൻ്റെ ഈ ശ്രമത്തിൻ്റെ ഏറ്റവും വലിയ ഒരു വിജയം. ഈ സത്യസന്ധമായ അറിവുകൾ മറ്റുള്ളവരിലേക്കും എത്തിക്കാൻ മറക്കരുത്. പ്രപഞ്ചനാഥൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. എല്ലാവരുടെയും നാളത്തെ ദിവസം മംഗളകരവും ഭാഗ്യ നിർഭരവുമായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.